എമ്പുരാൻ സിനിമ ആഗോളതലത്തിൽ ഒരു തീപ്പൊരി ഇട്ടു. അതിപ്പോൾ വിവാദങ്ങൾ കുരുങ്ങി ആളി കത്തുകയാണ്. ചരിത്രത്തിൽ നീറിപ്പുകയുന്ന ഒരു ദുരന്ത കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, ഒരു തുറന്നു പറച്ചിൽ. വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ നേരിടാമെന്ന വിശ്വാസമുള്ളതുകൊണ്ടാവണം ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ. പക്ഷേ എമ്പുരാനിലെ പ്രധാന ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞുകൊണ്ടുള്ള സെൻസർ ബോർഡിന്റെ തീരുമാനങ്ങളും മോഹൻലാലിന്റെ ഖേദപ്രകടനവുമൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. കൂടാതെ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരും വെട്ടിയെറിയാൻ പോകുന്ന ഭാഗങ്ങളിൽ മാഞ്ഞുപോകും. 2002 ഗുജറാത്ത് കലാപത്തിനെ ആസ്പദമാക്കി 35ഓളം കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകൂട്ടിയ നിരോധ്യ പാട്ടിയ കേസിന്റെ ആസൂത്രകനെ തുറന്നുകാട്ടിയുള്ള ചിത്രീകരണം. പക്ഷേ ഇതൊരു സിനിമയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന ചരിത്ര സംഭവങ്ങളെ പ്രമേയമാക്കി ഇതിനു മുൻപും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും എമ്പുരാനിൽ തിരുത്തലുകൾ എന്തിനാണെന്ന് അറിയില്ല. സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്തത് എന്തേ എന്നതും ചോദ്യം തന്നെയാണ്. ഭൂരിഭാഗം ആളുകളും കണ്ടു തീർത്ത 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ഈ സിനിമയെ നിയന്ത്രിക്കാൻ കേരളം എന്ന കൊച്ചുനാട്ടിലെ ഒരു വിഭാഗം ആളുകൾക്ക് കഴിഞ്ഞെങ്കിൽ എത്രത്തോളം സ്വാധീനം സിനിമാ മേഖലയിൽ അവർ ചെലുത്തിയിട്ടുണ്ടെന്ന് ഓർക്കണം. എങ്കിലും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, സിനിമകളിൽ നിന്നും എത്രയൊക്കെ വെട്ടിമാറ്റിയാലും ദുരന്ത കലാപത്തിന്റെ മുറിപ്പാടുകൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും വെട്ടിമാറ്റാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.